പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എന്ന നിലയ്ക്ക് തീർച്ചയായും ഈ അനുഭവങ്ങൾ നിങ്ങൾക്കൊരു വഴിവിളക്കായി തീരും. മറ്റുള്ള PSC പരീക്ഷ പോലെയല്ല, ഇതിന് പ്രത്യേക സിലബസ് ആണ്. അതിന് കുറെ നാള് കഴിയുന്ന പ്രയത്നം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ അറിഞ്ഞു. കഴുത്തിൽ ആ ടാഗ് ഇട്ടിട്ട് ആദ്യമായിട്ട് അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ 3 വർഷം അനുഭവിച്ച ആ ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ റിലീഫ് എങ്ങനെയായിരുന്നു? ഇപ്പൊ 4 മണിക്കാണ് ഇവർക്ക് പഠിക്കേണ്ടതെങ്കിൽ 4 മണിക്ക് പഠിക്കേണ്ടവർക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ്, ചിലപ്പോൾ അതിൽ 15 പേരോ 20 പേരോ അങ്ങനെ ഇത്രയിലേ കാണത്തുള്ളൂ. ഈവൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സർവീസിൽ കയറി അധ്യാപകർ പോലും വീണ്ടും പഠിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് ഭാഗത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്തു നിന്നാണ് മുൻകാലങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഈ റെഫറൻസ് ആയിട്ട് ശരിക്കും നമ്മൾ എടുക്കേണ്ടത് SCRT NCRT, അത് 10 വരെ അല്ല ഇപ്പൊ ശരിക്കും അല്ലേ? 22 പേരാണ് ഒന്നിച്ച് അഡ്വൈസ് വന്നത്. 22 പേർക്ക്. അപ്പൊ ആ 22 പേര് എന്തായാലും കയറുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഏതെങ്കിലും ഒരു ജില്ലയിൽ തീരെ കുറഞ്ഞു പോയാൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലോട്ട് വരുന്ന വാർത്ത എന്താ? നിയമനമേ ഇല്ല. പക്ഷെ ഉള്ള ജില്ലകളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. LP UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയാൽ പോലും ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആണല്ലോ. അതിനുള്ള കൃത്യവും വ്യക്തവുമായ മറുപടിയുമായിട്ടാണ് എൻട്രി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ LP പരീക്ഷയ്ക്ക് 3ാം റാങ്ക് നേടിയ അഞ്ജലി സദാനന്ദൻ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ഇരിപ്പുണ്ട്. കൂടാതെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മെന്റർ ബെറ്റി മാം നമ്മോടൊപ്പമുണ്ട്. കൂടാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ വിനു ശ്രീധറും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എന്ന നിലയ്ക്ക് തീർച്ചയായും ഈ അനുഭവങ്ങൾ നിങ്ങൾക്കൊരു വഴിവിളക്കായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ആദ്യം തന്നെ അഞ്ജലിക്ക് അഭിനന്ദനങ്ങൾ. കാരണം എൻ്റെ കൂടി ഒരു അഭിമാനമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല അല്ലേ. തൃശ്ശൂർ ജില്ലയിൽ LPയിൽ 3ാം റാങ്ക് നേടി ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചു. ഏത് സ്കൂളായിരുന്നു? GUPS ചെറായി സ്കൂളാണ്, ചാവക്കാട്. അപ്പോൾ ഒരു അധ്യാപികയോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥി ഒരു വിദ്യാർത്ഥിയോടാണ് സംസാരിച്ചത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് പഠിപ്പിച്ച് ഒരു അക്കാഡമിക് ഇയർ അവരെ പഠിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിരിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയോടാണ് സംസാരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലെ LP UP എങ്ങനെ പഠിക്കണമെന്ന് ആ ഒരു ഐഡിയ കിട്ടാത്ത ആളുകൾക്കൊക്കെ ഒരു മാർഗം ലഭിക്കാനായിട്ട് ഇന്ന് അഞ്ജലിയോടുള്ള ഈ സംസാരം നമുക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളത് വലിയ എങ്ങനെ പഠിക്കണം അതൊന്നും അല്ല നമ്മൾ പറയാൻ പോകുന്നത്. അഞ്ജലി കടന്നു പോയിട്ടുള്ളൊരു പാത്ത് ഉണ്ടല്ലോ, അത് കുറേയൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യണം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി. ഇപ്പൊ 3ആയിട്ട് നമുക്ക് ഇതിനൊന്ന് തിരിക്കാം അല്ലേ സാറേ? അതെ. അഞ്ജലി ആദ്യം പഠിക്കുന്ന ആ കാലഘട്ടം ഉണ്ടല്ലോ, അതായത് DLD ഒക്കെ കഴിഞ്ഞിട്ട് LP UPയിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു 1 or 1.5 ഇയർ എഫേർട്ട് ഉണ്ട്. അപ്പൊ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അതിന്റെ സമയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു? ഇത് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ, നമ്മൾ ഒരുപാട് സമരങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ നാസിൻ സാറൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ട് സമരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ നേരിട്ട് കാണുന്നുമുണ്ട്. അപ്പോൾ അവര് കടന്നു പോയിട്ടുള്ളൊരു വഴി അത് അഞ്ജലിയും ഒരു 3-4 മാസം കടന്നിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് അല്ലേ? നമ്മുടെ ഒരു അഡ്വൈസിലേക്ക് വരാൻ എത്ര നാളുണ്ടായിരുന്നു? അഡ്വൈസ് വന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോയിന്റ്മെന്റ്. യെസ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. യെസ്. അതിനുശേഷം അല്ലേ, അതിനുശേഷം ഒരു റിലീഫാണ്. അതിനുശേഷമാണ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. ഒരു വർഷത്തോളം ജോലിയിലേക്ക് ആ ഒരു കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആദ്യത്തെ കാലഘട്ടത്തെ കുറിച്ച് അഞ്ജലി എങ്ങനെ ഓർക്കുന്നത്? പഠിക്കുന്ന ആ ഒരു കാലഘട്ടം, പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് DLED ഒക്ടോബറിലാണ് DLED കംപ്ലീറ്റ് ആയത്. നവംബറിൽ റിസൾട്ട് വന്ന് ഡിസംബറിൽ തന്നെ LP UP നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുറെ നാളുകളായിട്ട് പഠിച്ചിരുന്ന ആൾക്കാരാണ് കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. ഒരു 7 മാസം കൊണ്ട് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. സിലബസിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് പരീക്ഷ എന്നതിനെ കുറിച്ചോ ഒരു ധാരണയില്ല. മറ്റുള്ള PSC പരീക്ഷ പോലെയല്ല, ഇതിന് പ്രത്യേക സിലബസ് ആണ്. അതിന് കുറെ നാള് കഴിയുന്ന പ്രയത്നം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും വേണ്ടില്ല, ഈ പരീക്ഷ എനിക്ക് വേണം, അത്ര എഫേർട്ട് എടുക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിരുന്നു. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവായിരുന്നു. യെസ്. ചോദിച്ചപ്പോൾ ഒരു കാര്യം ഓർത്ത്, DLD കഴിഞ്ഞ തൊട്ട് കുറേ തന്നെ അല്ലേ, 2 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയും. പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം അഞ്ജലി തന്നെ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ DLD പഠിച്ചിറങ്ങിയപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഒരു പക്ഷേ ഗുണം ചെയ്തിട്ടില്ലേ? കുറേ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? സൈക്കോളജി ഒരു 20 മാർക്കോളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് അത്യാവശ്യം ഒരു 80% നമുക്ക് ഉള്ളിലുണ്ട് അത്. അപ്പോൾ അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സബ്ജക്ട് ഏതായിരുന്നു അഞ്ജലിയുടെ? ഞാൻ ഡിഗ്രി ജിയോളജി ആയിരുന്നു. അപ്പൊ അതിൽ സയൻസിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ജിയോളജി സയൻസിക് ഒരു സബ്ജക്റ്റ് ആണ്.
BSc ജിയോളജി ആയിരുന്നു. പിന്നെ +1 +2 സയൻസ് ആയതുകൊണ്ട് തന്നെ അപ്പൊ അത് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ എടുത്തിരുന്നു DLED പഠിക്കുമ്പോഴായാലും. സോഷ്യലായിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ജോഗ്രഫിയുടെ ഭാഗങ്ങൾ കുഴപ്പമില്ല, ബാക്കി ഹിസ്റ്ററി ഭാഗങ്ങളായിട്ട് ഒരു ടച്ച് ഇല്ല. 10 കഴിഞ്ഞ് പിന്നെ തൊട്ടിട്ടില്ല. ഹിസ്റ്ററിയും മലയാളവും ഒക്കെ ആയിരുന്നു കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷ് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു റൂട്ട് എങ്ങനെയായിരുന്നു? ഈ പറ്റാത്ത ടോപ്പിക്കുകൾ പഠിക്കുന്നതിന് എങ്ങനെ എഫേർട്ട് ഇട്ടേ? അത് ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി. അപ്പൊ ഏത് മേഖലയാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പ്രീവിയസ് ഇയറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് സിലബസ് നോക്കി ഓരോ പോർഷൻ കവർ ചെയ്ത് വരികയായിരുന്നു ചെയ്തത്. SCRT നന്നായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് NCERT-ലേക്ക് ചെറുതായിട്ട് നോക്കി. അഞ്ജലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ബെറ്റി മാമിന് കുറച്ചുകൂടി പറയാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞ പോലെ പല ഏജിലുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അപ്പം DLED കഴിഞ്ഞിട്ട് തൊട്ട് പറയാൻ വന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് 10-40 വയസ്സിൽ നിൽക്കുന്ന ഇപ്പോൾ രേവതി നമ്മുടെ അഭിമാനമാണ്, ഫസ്റ്റ് റാങ്ക് നേടിയ ആളാണ് പത്തനംതിട്ടയിൽ. അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാർ അവരുടെയൊക്കെ ഇമോഷൻസ് എങ്ങനെ കണ്ടിരുന്നത്? അഞ്ജലിയെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ജലി ഞാനിപ്പോൾ ഏകദേശം ഒരു 2 years അടുത്ത് പരിചയം തന്നെയുണ്ട്. അഞ്ജലി എൻട്രിയിലേക്ക് വന്ന ടൈമിലാണ് ഞങ്ങൾ കണക്റ്റായി എല്ലാ കാര്യങ്ങളും ഡൗട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കാനും എന്തുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വിളിക്കുമായിരുന്നു. പിന്നെ രേവതിയുടെ കാര്യം പറഞ്ഞാൽ അഞ്ജലിയെ സംബന്ധിച്ച് അഞ്ജലി ഫ്രഷായിട്ട് ഇറങ്ങിയ ആളായതുകൊണ്ടും ആ സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അഞ്ജലി കോൺഫിഡൻ്റ് ആയിരുന്നു. അതേസമയം രേവതിയുടെ ആ ഒരു കമ്പാരിസൺ എടുത്താൽ പല ടൈപ്പ് ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഏജ് കാറ്റഗറി എടുത്താൽ 40 അടുത്ത് വരുന്നവർ വരെ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അഞ്ജലി അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അഞ്ജലിക്ക് കുറേ കാര്യങ്ങൾ ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കുട്ടികളുടെ പൾസ്, അതായത് കുട്ടികളല്ല ടീച്ചേഴ്സിൻ്റെ പൾസ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. പിന്നെ ഈ ഇപ്പം അഞ്ജലി ആ ഒരു പഠനത്തിൻ്റെ രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ആ സമയത്തുള്ളൊരു ഇമോഷനില്ല. ഇപ്പം നമ്മളൊരു 6-7 മാസം ഒരു പണിയില്ല, അല്ലെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു മെൻ്റലി എങ്ങനെയായിരുന്നു ആ സമയത്ത്? മെന്റലി കുറച്ചൊക്കെ വീക്കായിരുന്നു പറയാം. കാരണം നമ്മള് ഫുള്ള് ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ജസ്റ്റ് ട്യൂഷൻ എടുക്കുമ്പോൾ ആ ചെറിയൊരു ഇതുണ്ടെന്നല്ലാതെ അതും നമുക്ക് ഫുള്ളി അധികം നേരം ട്യൂഷൻ എടുത്ത് സമയം കളയാനില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ വെക്കേഷൻ ടൈമൊക്കെ ആയാലും ഒന്നും വേറെ ഈ പഠിത്തം മാത്രം വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കിത് കിട്ടിയില്ലെങ്കിലുള്ള ഒരവസ്ഥ എന്തായിരിക്കും, അതൊക്കെ ആലോചിച്ച് കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴായാലും ആ ഒരു എനർജി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ടെൻഷനിലായിരിക്കുമില്ലേ ഇപ്പോൾ കുറേ ആൾക്കാർ? കാരണം ഡിസംബറിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്, ഈ 2026 ഡിസംബറിൽ. അപ്പോൾ സറൗണ്ടിങ്ങിൽ മൊത്തം ഇങ്ങനെ നെഗറ്റീവ് ന്യൂസുകളാണ്. ഇപ്പം ജോലി കിട്ടുമോ, പഠിച്ച റാങ്ക് ലിസ്റ്റ് വന്നാൽ ഗുണമുണ്ടോ? ഇപ്പം നമുക്കറിയാം കോട്ടയം പോലുള്ള ജില്ലയിൽ 13ാം റാങ്ക് നമ്മുടെ സ്റ്റുഡൻറ്റാണ്, ആൾ ജോലി കയറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ വാർത്തകളൊന്നും എവിടെ എത്തുന്നില്ല, എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിനെങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യാൻ പറ്റുക? അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ നമ്മുടെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുണ്ടോ? നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് കാണുക. നമ്മളൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളത് ഓൾമൈറ്റി നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് തരും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. അല്ലാതെ നമ്മൾ ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ പോയിട്ട് ഇനി കാര്യമില്ല, അങ്ങനെ ഒരു മൈൻഡോട് പഠിച്ചിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ എത്താവുന്ന റാങ്കിനോട് പിന്നിലേക്ക് പോവുക ചെയ്യാറുള്ളൂ. നമ്മൾ ഏറ്റവും മുന്നത്തെ റാങ്കിൽ എത്താനായിട്ട് അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ആദ്യ റാങ്കിൽ ഇടം പിടിക്കാനുള്ള എഫേർട്ട് അല്ലേ, ഞാൻ ഒന്നാമതാവണം എന്ന വാശിയിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ബാക്കി സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും, നമുക്കറിയില്ല. ചിലപ്പോൾ കൂടുതൽ വേക്കൻസി വന്നാൽ നമുക്ക് ഗുണം ചെയ്യാം അല്ലേ, ചിലപ്പോൾ കുറഞ്ഞു പോകാം. ഓരോ തവണ ഓരോന്നല്ലേ സാറേ. അപ്പോൾ അത് തീർച്ചയായിട്ടും അഞ്ജലിയുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് ആണ് അഞ്ജലി ആദ്യ റാങ്കുകളിലേക്ക് എത്തിയെന്ന കാര്യത്തിൽ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു മനോഭാവം കൂടിയാണത്. കാരണം സറൗണ്ടിങ്ങിൽ ഇങ്ങനെ നെഗറ്റീവ്സ് വരുന്ന സമയത്തേ നമ്മളിത് നിർത്തിപ്പോയാൽ പിന്നെ തിരിച്ചുവരവില്ല. അതൊരു ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അഞ്ജലി കേറ്ററ്റ് 1ഉം 2ഉം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഞാനടക്കമുള്ള ആൾക്കാർ നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നൊരു വിഷയം അത്. ഇപ്പോഴും ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഏറ്റവും നല്ല ആളാണ് അഞ്ജലി. കാരണം അഞ്ജലി ഇപ്പം എൻ്റെ സപ്പോർട്ടോടു കൂടിയൊക്കെ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്നു, നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞു, ജോലിയിൽ കയറിയ ഒരാളാണ്. ഇപ്പം കേറ്ററ്റ് 1ഉം 2ഉം ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പൊ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല? അതെ, തീർച്ചയായിട്ടും കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് കിട്ടാണ്ട് കുറെ പേര് ആ ഒരു ഭയങ്കരമായിട്ട് ഒരു എഫേർട്ട് ഇടാണ് ഇപ്പോൾ ഒന്ന് കേട്ടിട്ട് പാസ്സാവാനായിട്ട്. അപ്പോൾ അത് ആ സമയത്ത് സർവീസിൽ അവർ കയറുമ്പോൾ അവർക്ക് അതൊരു നിർബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് അവരത് ഇതായിട്ട് വിട്ടത്. പക്ഷെ ഇപ്പോൾ അത് കഠിന പ്രയത്നം ചെയ്ത് മാക്സിമം സോഴ്സ് കട്ട് ചെയ്യാനൊക്കെ പെടാപ്പാട് പെടുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അന്ന് കുറച്ചൊരു എഫേർട്ട് എടുത്തത് ഇപ്പോൾ ഒരു കംഫർട്ടിലേക്ക് എത്താനായിട്ട് അത് കാരണമായി. കേറ്ററ്റ് 1ഉം 2ഉം എഴുതാന്ന് തീരുമാനിച്ചത് എന്താ? അങ്ങനെ
അറിയാണ്ട് എഴുതിയാണോ അതോ അത് എഴുതി പോയതാണ് അങ്ങനെ. അതാ ഞാൻ എപ്പോഴും പറയണ്ടേ, എഴുതാൻ പറ്റുന്ന എല്ലാം എഴുതുക എന്നുള്ളതാണ്. ഏതൊക്കെ എക്സാംസ് എഴുതാവോ അതെല്ലാം എഴുതി പാസ്സായേക്കാം, പിന്നെ റിസ്ക് ഇല്ലല്ലോ അല്ലെ. അന്ന് 2 അന്ന് ജസ്റ്റ് അറിയാണ്ട് പറഞ്ഞതാണ്. 1 എൽ പിക്ക് എഴുതണമെങ്കിൽ 1ഉം UPക്ക് 2ഉം വേണം അന്ന് ജസ്റ്റ് ടീച്ചേഴ്സ് പറഞ്ഞു. അതറിയാതെ പറഞ്ഞതായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നിയമം വന്നപ്പോ അത് കറക്റ്റ്. തീർച്ചയായിട്ടും UPക്ക് കേറ്ററ്റ് 2, LPക്ക് കേറ്ററ്റ് 1 അത് സുപ്രീം കോടതി വിധിയോടുകൂടി ഇംപ്ലിമെന്റ് ആകുമ്പോൾ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് മാറുക. സെറ്റ് വെച്ചിട്ടൊന്നും BEdകാർ വെയിറ്റ് ചെയ്തിരിക്കരുതെന്നാണ് അഞ്ജലി അങ്ങനെ 1ഉം 2ഉം എഴുതി എടുത്തിരുന്നത് കൊണ്ട് തന്നെ അഞ്ജലിക്ക് ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ ഒരുപാട് അധ്യാപകർ ഈവൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സർവീസിൽ കയറിയ അധ്യാപകർ പോലും വീണ്ടും പഠിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. റിട്ടയർ ആവേണ്ടവർ പോലും ഇപ്പോൾ കുത്തിയിരുന്ന് പഠിച്ചെഴുതേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും അത് എഴുതിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതും അവര് നേരിടുന്ന വലിയൊരു പ്രശ്നം ഇതിങ്ങനെ മല പോലെ കിടക്കാണ്, ചൈൽഡ് സൈക്കോളജി എന്നുള്ളത്. അതിന്റെ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, മുൻകാല ചോദ്യ പേപ്പറുകളിൽ എങ്ങനെയാണ് ചോദ്യം ചോദിക്കാറുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ടിപ്സുകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. ഇനി മറക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉദാഹരണങ്ങളാണ് വിനു സാറാണെങ്കിലും നാസിം സാറാണെങ്കിലും നമുക്ക് മുന്നിൽ പകർന്നു വെക്കുന്നത്. അതിൽ സാർ പറഞ്ഞപ്പോഴാ ഈ കേറ്ററ്റ് 1ഉം 2ഉം പ്രിപ്പയർ ചെയ്തത് LP-UPക്ക് ഗുണം ചെയ്തില്ലേ? തീർച്ചയായിട്ടും കുറെ കണ്ടന്റ് നമുക്ക് അവിടെ സൈക്കോളജി മാത്രമല്ല, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ്, സയൻസിന്റെ ഒരു ബേസ് കിട്ടും. ഇതിൽ SCRT ടെക്സ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ? SCRT നമുക്ക് SCRTയും NCRTയും വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കണ്ടന്റ്സ് ആണ്. കാരണം SCRT എന്നാണ് ഒരു സയൻസിൽ നിന്ന് ഒരു വിധം 80% UPയിലൊക്കെ SCRT അതേപോലെ തന്നെ കറക്റ്റ് സെന്റൻസ് വൈസ് എടുത്ത് ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ UPയിൽ ഉണ്ട്. അപ്പോൾ പക്ഷേ LPയിലേക്ക് വന്നപ്പോൾ അത് NCRTയിലേക്കായിരുന്നു കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. +1 +2 NCRT ടെക്സ്റ്റുകളിൽ നിന്നാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. അപ്പോൾ SCRT NCRT കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സയൻസ് സോഷ്യൽ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെഫറൻസ് ആയിട്ട് ശരിക്കും നമ്മൾ എടുക്കേണ്ടത് SCRT NCRT അത് 10 വരെ അല്ല ഇപ്പോൾ ശരിക്കും അല്ലേ, +1 +2 ആണ്. കാരണം LPയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സയൻസിന്റെ ഭാഗത്ത് LP ഭയങ്കരമായിട്ട് ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠനത്തിൽ അഞ്ജലി ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തിട്ടുള്ള ഒരു മെത്തേഡും അല്ലേ SCRT NCRT റെഫറൻസ് ആണ്. ശരി, അപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് ആ മാനസികാവസ്ഥ ഇങ്ങനെ ആയിരുന്നു. അതിൽ പോസിറ്റീവായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലോങ് ജേണിയാണ് അല്ലേ. അഞ്ജലി എത്ര നാൾ ഇതിന്റെ പുറകെ നിന്നു? അതായത് തുടങ്ങുന്നു, എത്ര നാൾ ഈ ജോലിയിലേക്ക് കയറാൻ എത്ര വർഷം എടുത്തു? ഡിസംബർ ടു ഡിസംബർ ഒരു വർഷത്തോടെ പഠനം അല്ല, ഞാൻ പറഞ്ഞ പോലെ ഡിസംബർ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. ജൂലൈയില് എക്സാം കഴിഞ്ഞു. പിന്നെ പിന്നത്തെ ഒക്ടോബർ വരെ ജോലി കിട്ടാനായിട്ട് കാത്തിരിക്കുന്നു. അപ്പൊ ഇതൊരു വലിയ പ്രൊസീജിയറാണ്. മാത്രമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു അഞ്ജലിയുടെ ഒരു ഭാഗ്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ കോഴ്സ് തീർന്ന തൊട്ട് പുറകെ തന്നെ വന്നു. അത് ഇപ്പൊ BEd DELD പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഡിസംബറിൽ അടുത്ത നോട്ടിഫിക്കേഷൻ അഞ്ജലിയുടെ അതേ സാഹചര്യത്തിലൂടെ ഇപ്പൊ പഠിച്ചിരിക്കുന്നവർക്ക് എത്താൻ പറ്റും. അത് വലിയ പോസിറ്റീവാണ്. നിങ്ങൾ ടച്ചിൽ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ കണ്ടന്റ് ഒക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സൈക്കോളജിക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിയാഷയുടെ ആണെങ്കിലും ബ്രൂണറുടെ ആണെങ്കിലും ഒക്കെ തിയറികൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു കാലഘട്ടം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കയറി മറ്റേ അതെ പൂച്ചത്തൊണ്ടേക്കും പട്ടിപ്പാവിലും ഒക്കെ തലയിൽ ഏത് പൂച്ച ഏത് പട്ടി എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പഠിച്ചിറങ്ങുന്ന ആളുകളോട് ഒപ്പം തന്നെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ 40-ലൊക്കെ നിൽക്കുന്ന ആളുകൾ അല്ലേ, അവർ 1ാം റാങ്കിലെത്തി. ഇപ്പം നമ്മുടെ രേവതിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് പേര് അങ്ങനെ 1ാം റാങ്കിൽ എത്തുന്നവരുണ്ട്. അത് അവർ എക്സ്പീരിയൻസിൻ്റെയും കൂടിയാണല്ലേ തീർച്ചയായിട്ടും. ഇപ്പോൾ ഏജ് കൂട്ടിയില്ലേ, അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുക, ഏജ് കൂട്ടി 44 വയസ്സ് വരെ എഴുതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ 40 കഴിഞ്ഞിട്ട് തീർന്നു എന്ന് വിചാരിച്ചിരുന്നവർക്ക് ഒരു അവസരം കിട്ടുക, അവരോട് എന്തായിരിക്കും നമുക്ക് പറയാനുള്ളത്? അവർക്കൊരു 44 വയസ്സിലെത്തുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റുമായിരിക്കും? എനിക്ക് തോന്നുന്നു ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ടെൻഷനിലായിരിക്കും. കാരണം അന്ന് അവർ BEd ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് വിട്ട സാധനങ്ങളാണ്. ഇപ്പം അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അവർ അപ്ഗ്രേഡും അല്ലെ അപ്ഡേറ്റഡും ആയിരിക്കും. പക്ഷേ ഈ തിയറി പിന്നീട് ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ആവശ്യമില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ആവശ്യമുണ്ട്. പക്ഷേ അപ്പോൾ ഈ തിയറികളൊക്കെ അവരൊരു പക്ഷെ മറന്നിട്ടുണ്ടാകും. ഇനി ഞാനത് ഓർത്തെടുത്ത് പഠിച്ച് ഇപ്പോൾ ഇത്രയും പ്രായമായി, ഇനി എനിക്കതൊക്കെ പഠിച്ചാൽ കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനിലായിരിക്കും മിക്കവാറും അവരിയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് ഭാഗത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്തു നിന്നാണ് മുൻകാലങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും ആ ഒരു പോസിറ്റീവ് വൈബിലേക്ക് എത്തുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് 6 മാസത്തെ എഫേർട്ടാണ് ശരിക്കും അല്ലേ. കറക്റ്റ് ഒരു 6 മാസം എഫേർട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു അടിത്തറ സ്ട്രോങ് ആകും. അത് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എത്ര ഏജിലുള്ളവർക്കും ഇത് എഴുതിയെടുക്കാൻ പറ്റും. ഇപ്പൊ രേവതിയുടെ കേസിൽ പറഞ്ഞ 3 മക്കളായിരുന്നു, ആള് നാട്ടിലില്ല, വിദേശത്തിരുന്ന് ഈ എൻട്രിയുടെ ഈ
വോയിസ് കേട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് രേവതി. അപ്പൊ ആ മാനസികാവസ്ഥ അല്ലേ ഇപ്പം അഞ്ജലി നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും രേവതിയുടെ ഒരു ഇമോഷൻ. അഞ്ജലി പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് ട്യൂഷൻ എടുത്തുകൊണ്ടാണ് പഠിക്കുന്നത്. മറ്റു മക്കളെ നോക്കി ആ വേറൊരു അന്യനാട്ടിലിരുന്ന് ഫസ്റ്റ് റാങ്കിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ് അത് ഭയങ്കരമാണ്. അപ്പൊ അത് ആ ഒരു സംഭവമാണ് എല്ലാവർക്കും ആ ഒരു മൈൻഡിൽ വേണ്ടതെന്നുള്ളത്. ബാക്കിയൊക്കെ സെക്കൻഡറിയാ. വിധി വരുന്നു, സുപ്രീം കോടതി വിധികൾ വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടുകൾ വരുന്നു, ഇതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രൈമറി സംഭവം ഇതാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 6 month എഫേർട്ട് ഇട്ടാൽ എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് അതിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി അഞ്ജലി പഠനം കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ എക്സാം എഴുതി കഴിഞ്ഞ് ഇനി അടുത്തത് ഇന്റർവ്യൂ അല്ലേ. അപ്പൊ അതിന് മുമ്പുള്ള ഒരു പീരീഡ് ഓഫ് ടൈമിലെ ചിന്തകളൊക്കെ എന്തൊക്കെയായിരുന്നു? ഇന്റർവ്യൂ എന്താണ് ചോദിക്കാൻ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണത്. മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതായിട്ടൊരു പരിചയമില്ല. അപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് എൻട്രിയുടെ ഈ ഒരു ഇന്റർവ്യൂ ഓഫ്ലൈൻ ഓഫ്ലൈൻ അപ്പോഴാണ് ബെറ്റി മാമിനെ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ആള് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലിങ്ങനെ ഓരോ കാര്യങ്ങള് തുടക്കം മുതലേ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞാലും SCRT പാഠങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ നിന്ന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്റർവ്യൂവിൽ ചോദിക്കും, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഫോളോ ചെയ്തു. പിന്നെ സംശയം ഉണ്ടെങ്കിൽ മാമിനെ വിളിക്കും, മാം ആണെങ്കിൽ അതിന് കൃത്യമായിട്ട് മറുപടി തരും. ആ ഒരു ഇന്റർവ്യൂവിന്റെ ടിപ്സും അല്ലെങ്കിൽ ആ ഒരു മോക്ക് ഇന്റർവ്യൂ ഒക്കെ എഫക്റ്റീവ് ആയിരുന്നു തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ ഇന്റർവ്യൂവിൽ ചോദിച്ച 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപടി മെയിൻ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, സാർ ഈ ഭാഗത്തൊക്കെ നോക്കി പോകണം, മോളുടെ സബ്ജക്ട് ഇതാണ്, അപ്പൊ ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകണം. അപ്പൊ അതൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇന്റർവ്യൂ. ജനറലി ചോദിച്ച ചോദ്യം എന്തൊക്കെയായിരുന്നു ഇന്റർവ്യൂവിൽ? ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചോദിച്ചിട്ട് നാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ, പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ സബ്ജക്ട് വൈസ് എന്റെ ജിയോളജി ആയതുകൊണ്ട് ജിസ്സിനെ കുറിച്ച് ഒരു കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാമെന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്ക് ക്ലാസ് ഇരുന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു. പിന്നെ എന്താ ഈ സ്കൂളിൽ നടക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അത് നമുക്ക് നാസിം സാർ ഒരു ബുക്ക് അതിലൊക്കെ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ കേറുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്താ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇന്റർവ്യൂവിന് കയറുമ്പോൾ കുറെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേര് മുമ്പ് അറ്റൻഡ് ചെയ്തവരുണ്ട്. അപ്പൊ അവര് കുറെ പറഞ്ഞ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിലവർ പറഞ്ഞു വലിയ കൂളാണ്, നമുക്ക് 5 മിനിറ്റ് നേരൊക്കെ ചോദിക്കുള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ മിക്സഡ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു ആ സമയത്ത്. ടെൻഷൻ അടിക്കണോ ടെൻഷൻ അടിക്കണ്ടേ എന്നുള്ള ഇതിലായിരുന്നു. അതിനുള്ള കൃത്യൊരു പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കുള്ളതായിരിക്കില്ല സാറിന്. അതെ അതെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഇന്റർവ്യൂവിൽ എപ്പോഴും നമ്മൾ പറയുന്നതിൽ നിന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ എന്താ പറയുന്നതെന്നുള്ള ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ, വ്യത്യസ്തമായിരിക്കും എല്ലാവരുടെയും. പിന്നെ ഇപ്പൊ ആദ്യം കയറിയ ആളോടുള്ള മനോഭാവം ആയിരിക്കില്ല രണ്ടാമത്, ഒരു 10ാമത് കയറുന്ന ആളോട് മറ്റൊരു മനോഭാവം. തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇന്റർവ്യൂ ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേസിൽ അത് കണ്ടു കഴിഞ്ഞാൽ അവര് ഭയങ്കര പോസിറ്റീവ്. ഉദ്യോഗാർത്ഥികളാണ് ഇന്റർവ്യൂ നിയന്ത്രിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും നേരെ തിരിച്ചാ വിചാരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നു, അതിന്റെ ഉത്തരം ഞാൻ എന്ത് പറഞ്ഞാൽ അതിൽ നിന്നാണ് അടുത്ത ആ ഒരു സാധനം പോകുന്നത്. എന്റെ ഒരു ഹോബി വായനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ വായിച്ച പുസ്തകം അടുത്ത ചോദ്യം തന്നെയായിരിക്കും, അല്ലാതെ മറ്റൊരു ചോദ്യം ഇല്ല. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന CV-യിൽ നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത് അതിൽ നിന്നൊക്കെയാണല്ലേ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അത് ഭയങ്കര പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആ ഒരു ടൈപ്പിലാണ് നമ്മൾ കൊടുത്തോണ്ട് കുട്ടികളോട് ഓഫ്ലൈനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന്റെ സമയത്തും ഈ പറഞ്ഞ പോലെ പല ഇമോഷൻസിലൂടെയൊക്കെ കടന്നുപോയി. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഫൈനൽ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് ഓക്കെ ഇപ്പൊ ജോലി കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ അല്ലേ, നമ്മുടെ പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലുള്ള ഇഷ്യൂസ് ഒക്കെയാണ് പിന്നെയാണ് നമ്മളെ ബാധിക്കുക. നമ്മുടെ റോള് കഴിഞ്ഞു, നമ്മൾ ഫസ്റ്റ് റാങ്കിൽ അല്ലെ ആദ്യത്തെ 10ൽ ഇടം പിടിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് ഈ വാർത്തകൾ കാണുമ്പോഴും നെഗറ്റീവ് ന്യൂസ് കാണുമ്പോഴൊക്കെ LPക്ക് നിയമനം നടക്കില്ല എന്നൊക്കെ തോന്നലുണ്ടായിരുന്നു. അങ്ങനെ അഡ്വൈസ് വന്നപ്പോൾ പിന്നെ ഒരു പ്രതീക്ഷയായിരുന്നു നമുക്ക്, എന്തായാലും ഇനി അപ്പോയിന്റ്മെന്റ് വരും. അപ്പോഴാണ് അഡ്വൈസ് വന്നിട്ട് അപ്പോയിന്റ് നടക്കാത്ത പല സാഹചര്യങ്ങളും ഉണ്ടെന്ന്. പിന്നെ ടെൻഷനായി, ഇനിയിപ്പോ കുറെ വിഷമിക്കേണ്ടി വന്നു. ഇനി ഇത്രയായിട്ട് കിട്ടാതിരിക്കോ, ചുറ്റുമുള്ള ആൾക്കാർ ചോദ്യങ്ങളായി തുടങ്ങി, അഡ്വൈസ് എന്നിട്ട് അപ്പോയിന്റ്മെന്റ് ആയില്ലേ, എന്നാണ് ആവുക, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിടേണ്ടി വന്നു. പിന്നെ 3 മാസം കഴിഞ്ഞ് കറക്റ്റ് 3 മാസം കഴിയുമ്പോഴാണ് അപ്പോയിന്റ്മെന്റ്, 90 ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പോയിന്റ്മെന്റ്. വീട്ടുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത്? നിനക്ക് വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തൂടെ, അതായത് PSC പരീക്ഷയ്ക്കോ അങ്ങനെയൊക്കെ തയ്യാറെടുത്തൂടെ എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു? അങ്ങനെ കമ്പൽ ചെയ്തില്ല, പക്ഷെ പറഞ്ഞു ഇനി ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതും കൂടെ
അപ്പൊ ഇത് അൾട്ടിമേറ്റ് ഇതാണെന്ന് വിചാരിക്കേണ്ട, അതും കൂടെ ട്രൈ ചെയ്തൂടെ. ചോദ്യങ്ങൾ ഇപ്പൊ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ അവിടെ റിപ്പീറ്റ് അടിക്കുകയാണ്. നമ്മുടെ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെ. പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ജോലിക്കൊന്നും പോകാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഒരു വർഷം ഇരുന്ന് പഠിക്കുമ്പോൾ ആൾക്കാർ അത് ചോദിക്കും, ഇങ്ങനെ പഠിച്ചിട്ട് എന്തിനാന്ന് ചോദിക്കും, ഇത് കഴിഞ്ഞ ലിസ്റ്റ് വന്നിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും. ഇതിങ്ങനെ ആ ചോദ്യങ്ങൾ കണ്ടിന്യൂസ് പരീക്ഷ എഴുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും. അപ്പൊ അതാ മൈൻഡ് എല്ലാവരും ഉണ്ടാക്കി വെക്കേണ്ട ഒരു മൈൻഡാ. തീർച്ചയായിട്ടും. അല്ല, എല്ലാവർക്കും ആ ഒരു ടെൻഷൻ ഉണ്ടാവും, വീട്ടുകാരെ പ്രത്യേകിച്ച്. ഈ ഇവരൊക്കെ വാർത്ത കാണുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് അങ്ങ് പറയുക നിയമനമേ ഇല്ല അല്ലെ. അത് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സും അടുത്ത് പോവുക. LP UP ഒന്നിച്ചാ പറയണേ. അപ്പൊ ഇപ്പൊ UP കുറഞ്ഞാൽ LP നെയും ബാധിക്കും, LP കുറഞ്ഞാൽ UP നെയും ബാധിക്കും. അപ്പൊ ഇത് നമുക്ക് അറിയത്തില്ല, ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഫാക്ട്. എന്നാൽ ഇടയ്ക്ക് നിയമനം നടക്കുന്നുണ്ട്, ആൾക്കാർ ജോലിക്ക് കയറുന്നുണ്ട്, അതിന്റെ വാർത്തയെ പുറത്തേക്ക്. ഇപ്പൊ അഞ്ജലി കയറി എന്ന് പറയുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇത്രയും പേര് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് പോലും. കോട്ടയത്തെ കേസ് ഞാൻ പറയില്ല, 13ാമത്തെ റാങ്ക് വരെ കയറുക കോട്ടയം പോലൊരു ജില്ലയിൽ വലിയ കാര്യമാണ്. 22 പേരാണ് അറ്റ് ടൈം അഡ്വൈസ് വന്നത്, 22 പേർക്ക്. അപ്പൊ ആ 22 പേര് എന്തായാലും കയറുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ആ 22 പേര് വന്നതാരും അറിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ 14 ജില്ലകൾ ഒരുപോലെ അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു ജില്ലയിൽ തീരെ കുറഞ്ഞു പോയാൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലോട്ട് വരുന്ന വാർത്ത എന്താ? നിയമനമേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഉള്ള ജില്ലകളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ നെഗറ്റീവ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പോസിറ്റീവായിട്ട് പറയാൻ പോയാലും ഈ നെഗറ്റീവിന്റെ ഇമ്പാക്ട് ആയിരിക്കും കമന്റ് ബോക്സിൽ വരാൻ പോകുന്നത്. ഇതൊക്കെ വെറുതെ നിങ്ങൾ തള്ളുന്നതല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ, അത് എപ്പോഴും അങ്ങനെ തന്നെ, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു അല്ലെ ഇതെല്ലാം നേടി ഒരു സ്ഥാനത്ത് എത്തിയ ഒരാളെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നവരാണ്, ആ ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടി പറയണമെന്ന് വിചാരിക്കുള്ളൂ. അപ്പൊ അഞ്ജലി പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒതന്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. റാങ്ക് ലിസ്റ്റിൽ 3 മാസത്തെ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ പ്രഷറൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് UP സ്കൂളിന്റെ നമ്മൾ എപ്പോഴും പറയുന്ന കഴുത്തിൽ ആ ടാഗ് ഇട്ടിട്ട് ആദ്യമായിട്ട് അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ 3 വർഷം അനുഭവിച്ച ആ ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ റിലീഫ് എങ്ങനെയായിരുന്നു? അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. അത്ര ആഗ്രഹിച്ച കാര്യങ്ങൾ കറക്റ്റ് ഒരു ദിവസം സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു. കുട്ടികളെ ഇപ്പൊ ഏത് ക്ലാസ് ആയിരിക്കും അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഏത് ക്ലാസ്സിലാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടാവുക, അങ്ങനെ ചെന്നു രജിസ്റ്ററിൽ ഒപ്പിട്ടു. അപ്പൊ അതൊക്കെ നമ്മള് സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെയാണ്. അത് ആദ്യത്തെ ക്ലാസ് അന്ന് കുട്ടികൾ വളരെ കുറവായിരുന്നു. പൂജവെപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് കയറിയത്. അപ്പോൾ കുട്ടികൾ കുറച്ച് കുറവായിരുന്നു. സാധാരണ ക്ലാസ്സിൽ 40 അടുത്ത് കുട്ടികളുണ്ട്, അന്ന് 20 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾ കുറവാണോ എന്താണോ വെച്ചപ്പോൾ ഇങ്ങനെ മുടക്ക് കാരണമാണ് കുട്ടികളില്ലാത്തത്. അവര് കുട്ടികളായാലും അവരുടെ കണ്ണിലായാലും പുതിയ ഒരാളാരാണ്, ഇത്ര നാളാവും ടീച്ചർ പോവോ, അതിന്റെ അവർക്ക് അങ്ങനെ കുറെ ആശങ്കകള്, പുതിയ ടീച്ചർ എങ്ങനെയാണ്, അങ്ങനെ ആദ്യം കേൾക്കുന്നത് അപ്പോഴാണോ ശരിക്കും? അല്ല, ജസ്റ്റ് ഞാൻ ഡെയിലി വേജ് ആയിട്ട് കുറച്ച് നാൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറെ ഓൾറെഡി കേൾക്കുന്നുണ്ടായിരുന്നു, ശീലിച്ചു. അല്ലെങ്കിൽ അതൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ശരി. അപ്പൊ അങ്ങനെ ജോലിയിലേക്ക് വന്നു. പിന്നെ ആ ഒരു സുരക്ഷിതത്വ ബോധം ഫീൽ ചെയ്യുന്നുണ്ടോ? അതിന്റെ ഒരു സാഹചര്യം എന്താ? അങ്ങനെ ചോദിച്ചാ അല്ല, നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം വരുന്നു, ആ ഒരു കോൺഫിഡൻസ് ലെവല്, നമുക്കൊരു സെൽഫ് സസ്റ്റൈനബിലിറ്റി ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്കായാലും നമുക്കൊരു ഏർണിങ്സ് ഉണ്ടല്ലോ, നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ള ഒരു കാര്യം എപ്പോഴും ഒരു. തീർച്ചയായിട്ടും. പിന്നെ ജോലി ഇപ്പൊ LP UP തന്നെ നിൽക്കാനാണോ, അതോ UP കയറി അങ്ങനെ കയറി പോകാനുള്ള ഉദ്ദേശമുണ്ട്? UP ഒരു പക്ഷെ മാറുമായിരിക്കും. B.Ed പിന്നെ എടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതോ ഞാൻ MSc കംപ്ലീറ്റ് ഇല്ലാത്ത കാരണം ഞാൻ സബ്ജക്ട് വൈസ് എനിക്ക് B.Ed ഇപ്പൊ പോസിബിൾ അല്ല. അപ്പോൾ മറ്റധ്യാപകർക്ക് അഞ്ജലിയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? അത് നല്ല സമീപനം. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ തന്നെ ഇപ്പൊ കേട്ടറ്റ് ഇല്ലാത്തവരുണ്ടാകുമല്ലോ, സർവീസിൽ ഇരിക്കുന്നവർക്ക് കേട്ടറ്റ് ഇല്ലാത്തവർ. എന്റെ സ്കൂളിൽ അധികം ഇല്ല. അടുത്ത തന്നെ ജോയിൻ ചെയ്ത ടീച്ചേഴ്സാണ്. ഒരു ടീച്ചർ അടുത്ത റിട്ടയർഡ് ആവുന്ന ടീച്ചർക്ക് മാത്രമേ കേട്ടറ്റ് ഇല്ലാത്തതുള്ളൂ. പക്ഷെ എല്ലാ സ്കൂളിലെ അവസ്ഥ അതല്ലല്ലോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ടോ നിങ്ങളുടെ സ്കൂളിൽ? റീസെന്റ് ആയിട്ടുള്ള 2-3 വർഷത്തിനുള്ളിലായിട്ടാണ് മിക്കവരും ഉണ്ട്. അവർക്ക് അന്നാലെ എക്സാം എഴുതാൻ പറ്റും. 2 ഇല്ല 1 ഇന്നലെ എക്സാം എഴുതാൻ പറ്റാനുള്ള ഉള്ളതുകൊണ്ട് അവര് സേഫാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു സ്കൂളിലേക്ക് ചെല്ലുമ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ ഒരുപാട് മാറുമല്ലേ, അപ്പൊ അത് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത്? കുറെ പദ്ധതികൾ പുതിയതായിട്ട് കുറെ ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റ്. സ്മാർട്ട് ക്ലാസ് റൂം ആയിരുന്നു. നമ്മളൊന്നും അങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. പഠിപ്പിക്കാനേ നമുക്കത് പറ്റിയിട്ടുള്ളൂ, പഠിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. കുട്ടികളുടെ സമീപനം എങ്ങനെയാ? കുട്ടികളും നല്ല കോപ്പറേറ്റീവ് ആണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകും.
നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ മുഷിപ്പുകളില്ല ഇപ്പൊ. ഇല്ലില്ല. അവര് സിനിമ കാണുന്നത് പോലെയോ അല്ലെ, അവർ അത്ര ആസ്വദിച്ചാണ് അവർ ഒരുപാട് സാധ്യതകളുണ്ട്. ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തേക്ക് നമുക്ക് ഒത്തിരി പിന്നെ കാര്യങ്ങൾ അവർ അഭിനയിച്ച് പഠിക്കുന്നു. ഇപ്പൊ മലയാളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഒരു നാടകം പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അഭിനയിക്കുകയാണ്, ഒരു കഥാപാത്രങ്ങളായിട്ട് അവര് തന്നെ അതെ നാടകം തയ്യാറാക്കി അവർ തന്നെ അഭിനയിക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഈ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ക്ലാസ് മുറിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ LPUP പഠിച്ചു, അത് റാങ്കിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്, ജോലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ? ഈ അറിവ്, നോളജ് ഒക്കെ ക്ലാസ് മുറിയിൽ എത്തുമ്പോൾ? തീർച്ചയായിട്ടും സൈക്കോളജി ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ സ്വഭാവത്തിൽ നിന്നും. കുട്ടികളൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരാണെന്നുള്ളത് അതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് നമ്മുടെ കൺമുന്നിൽ കാണുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ശരി ശരി ശരി. അപ്പോൾ എന്തായാലും അഞ്ജലി വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ജേണി നടത്തിയ ആളാണ്. DELED കഴിയുന്ന, ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സെമിനാറിന് പോകുന്ന സമയത്ത് പഠിക്കുന്ന ശരി അതുകൂടി ഒന്ന് ചോദിക്കേണ്ട കാര്യമാണ്. ഈ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഇറങ്ങുമ്പോഴേ വിളിക്കും? ഇല്ല, ആ സമയത്തെ അത് മനസ്സിലാവുള്ളൂ. ആ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ട് എഴുതിയെടുക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ മനസ്സിലായി? അത് ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ടാണ്. അവരാണ് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കേട്ടിട്ട് വേണം, കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർദർ എക്സാം എഴുതാനും സർവീസിൽ കയറിയാലും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടിട്ടുള്ളത്. PTAയിൽ പഠിച്ച ടീച്ചേഴ്സ് ആ ഒരു ഇമ്പോർട്ടൻസ് പഠിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ ശരിക്കും ഇതിന്റെ ഒരു ഫൗണ്ടേഷനാണ്. LPUPയുടെ ഒരു ഫൗണ്ടേഷനാണ് കേറ്ററ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതിയെടുത്ത് വരിക, B.Ed DELED കഴിയുന്ന പുറകെ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന സാധനങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. B.Edകാരെ സംബന്ധിച്ച് HS, HSST ഒക്കെ അവിടെ വലിയ അവസരങ്ങളുണ്ട്. പക്ഷെ LPUP ഫോക്കസ് ചെയ്യുന്നവർക്ക് അത് തന്നെയാണ് അല്ലേ, ഒരു IAS പോലെ അവരുടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഞ്ജലി പറഞ്ഞ ആ ഒരു പാത്ത്, അഞ്ജലിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് അഞ്ജലി ഷെയർ ചെയ്തത്. ബെറ്റി മാം, ഇതുപോലെ ഒരുപാട് പേരെ അറിയായിരിക്കുമല്ലോ, കുറച്ച് ഉദാഹരണങ്ങളൊന്ന് പറയാം എല്ലാവരും. അതായത് ഇങ്ങനെ ജോലിയിൽ കയറിയതിനു ശേഷം അവര് ബെറ്റി മാമിനെ വിളിക്കാറുണ്ടോ? കോണ്ടാക്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് വിട്ടുകളയാൻ പറ്റില്ല, അവരുടെ വീട്ടിലെ ഒരു അംഗമായി ബെറ്റി മാം മാറി കഴിഞ്ഞിട്ടുണ്ട്. അതന്നെ ഇപ്പം നമ്മൾ ഈ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ടൈമിലാണെങ്കിലും നമ്മൾ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. നമുക്ക് പേഴ്സണൽ ലൈഫിൽ പോലും അവർ കണക്ട് ചെയ്ത് നിൽക്കണമെന്ന് അവരും വിചാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കേട്ടിട്ട് കോഴ്സസിനെ പറ്റിയിട്ട് അറിയാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളെ കണക്ട് ചെയ്യാറുണ്ട്. ഉണ്ട്. അതായത് കഴിഞ്ഞ LPUP വിളിച്ച ടൈമിൽ ഈ കേട്ടിട്ട് നിർബന്ധമില്ലായിരുന്നു, എഴുതായിരുന്നു. ഇപ്പൊ ഒരു 1 year അടുത്തല്ലേ ആയുള്ളൂ, കാറ്റഗറികളുടെ വിഷയമില്ലായിരുന്നു. അന്നേരം ഇവരൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരൊക്കെ വീണ്ടും എഴുതാനും അതുപോലെ തന്നെ ഈ സെറ്റും ഒക്കെ ഉള്ളവര് ഇപ്പം കേട്ടത്തി 3 എഴുതുന്നതിനെ പറ്റിയിട്ടും കൂടുതൽ വരുന്നുണ്ട്. ശരി. ഇപ്പം പല തരത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞു, വിദ്യാർത്ഥികൾ പല രീതിയിലായിരുന്നു പറഞ്ഞു. ഇപ്പം അവരുടെ ഒരു ഇമോഷൻസ് ഇപ്പൊ രാത്രിയിലൊക്കെ വിളിച്ചിട്ടൊക്കെ അവരുടെ ആ ഒരു ഇമോഷൻസ് അവർ പറയാറുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു കോളിനും ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. മാക്സിമം കോളുകൾ ഞാൻ എടുക്കാറുണ്ട്. ഇതിന് വന്നപ്പോ ഡെലിവറിയുടെ ടൈമിലും വിളിച്ച് പിറ്റേ ദിവസം കോൾ അറ്റൻഡ് ചെയ്തെന്നൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഷെയർ ചെയ്യാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ സക്സസ് സെലിബ്രേഷൻ ടൈമിൽ പറ്റുമായിരിക്കുന്നു. അപ്പോൾ ആ രാത്രിയിലൊക്കെ ഈ കുട്ടികളുടെ ഒരു ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുമ്പോഴേ എന്താ അവർ ഇനിയുള്ളവർ വരുമ്പോഴും അവരോട് പറയാനുള്ളത് എന്താ? അതായത് കുട്ടികൾ എന്ന് വെച്ചാൽ പേഴ്സണലി ആണ് ഇവർക്ക് എപ്പോഴും ഇമോഷൻസ് വരുമ്പോഴേ നമുക്ക് ആരോടെങ്കിലും ഈ സാധനം ഒന്ന് തുറന്ന് പറയണമല്ലോ. നമ്മുടെ ദേഷ്യമാണേലും സങ്കടമാണേലും പറയുമ്പോൾ അത് പറഞ്ഞു കഴിയും. അതിനു വേണ്ടിയിട്ട് അതുപോലെ മെന്റലി കണക്റ്റഡ് ആയിരുന്നു ഞാനും എൻ്റെ സ്റ്റുഡൻസും ഒക്കെ തമ്മിൽ. അങ്ങനെ അവർ എപ്പോൾ വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ്. മെന്റർഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ സാറേ? നമ്മുടെ ബാച്ചിൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ ബെറ്റി മാമിനോട് കുട്ടികളെ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതല്ല, കുട്ടികൾ തമ്മിൽ അവർക്കൊരു കണക്ഷൻ ഉണ്ടോ? പരസ്പരം സഹായിക്കലും ഉണ്ട്. ഇവര് നോട്ട്സ് കൈമാറുക, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം രാവിലെ ഇപ്പം 4 മണിക്കാണ് ഇവർക്ക് പഠിക്കേണ്ടതെങ്കിൽ 4 മണിക്ക് പഠിക്കേണ്ടവർക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ്, ചിലപ്പോൾ അതിൽ 15 പേരോ 20 പേരോ അങ്ങനെ ഇത്രയല്ലേ കാണത്തുള്ളൂ. അങ്ങനെ ഒരു ഗ്രൂപ്പ് കാണും. 5 മണിക്ക് പഠിക്കേണ്ടവർക്ക് അതിലാകെ ഞാനും അത്രയും ആ ഒരു 10-20 കുട്ടികളെ കാണത്തുള്ളൂ. ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആണെങ്കിൽ 10 മണി to 11 പഠിക്കുന്നവർ 11 അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഞാൻ അവരെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് അന്നേരം അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാകും. ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഈ മത്സരം എക്സാമിന്റെ നമ്മുടെ എക്സാം ഉണ്ടല്ലോ, ലീഡർഷിപ്പ് ബോർഡിൽ ടോപ്പിൽ വരാനായിട്ടുള്ള ഒരു അത് ഭയങ്കര പോസിറ്റീവ് കേട്ടോ. അത് നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളതില്
എന്താ അവരുടെ അല്ലെങ്കിൽ അവന്റെ റാങ്ക് ഇല്ലാതാക്കിയിട്ട് എനിക്ക് റാങ്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതൊരു അത്ഭുതമാണ് ശരിക്കും. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവര് എന്ന നിലയ്ക്ക് അവന് കിട്ടാണ്ട് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല, എനിക്കും അവനും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് അത് തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴും കുറച്ച് പുറകിൽ നിൽക്കുന്നവരെ ഓർത്തിട്ടാണ് നമുക്കും അല്ലെ ബുദ്ധിമുട്ട് വരുന്നത്. അത് ഇപ്പൊ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഈ നെഗറ്റീവ് വാർത്തകൾ അവരെങ്ങനെയാ പറയാറുള്ളത്? ഇപ്പൊ അവര് നന്നായിട്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു ടൈം തന്നെയാണ്. നമ്മളോട് അവർ സംസാരിക്കുന്ന ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ പ്രത്യേകിച്ച് UP-യിലൊക്കെ ആണെങ്കിൽ അവര് മിസ്സേ ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, അത്രയും പേർക്കല്ലേ അഡ്വൈസ് പോയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. ഒരു കൊല്ലം കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഈ സെനാരിയോ മാറി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വിട്ട് കളഞ്ഞവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇപ്പൊ പിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ അപ്പോഴും തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളൂ. അത് തന്നെയാണ് കാര്യം എന്ന് പറയുന്നത് അല്ലെ. സറൗണ്ടിങ്ങിൽ നെഗറ്റീവ്സ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ പോയി. നമ്മൾ ഇപ്പോൾ നേരെ ജസ്റ്റ് ഇമാജിൻ അഞ്ജലിയുടെ ആയിരുന്നു വിചാരിച്ചു. അഞ്ജലി നേരെ പഠിച്ചു കഴിഞ്ഞ് നേരെ കല്യാണമൊക്കെ കഴിച്ച് വേറൊരു ജോലിയായിട്ട് അങ്ങ് പോവായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവരൊന്നും സംസാരിക്കില്ല. സോ ഓൾവേസ് രണ്ടാമത്തെ ഒരു പാത്ത് എല്ലാവർക്കും ഉണ്ട്. രേവതി ഇതെല്ലാം വിട്ടിട്ട് അപ്പുറത്ത് സെറ്റിൽ ആവുമായിരുന്നു എങ്കിൽ പത്തനംതിട്ട ആ സ്കൂളിൽ ഇപ്പൊ രേവതി പഠിക്കത്തില്ല. അതാണ് അതിനകത്തെ കാര്യം. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അധ്വാനം ഒരിക്കലും പാഴാവില്ല. നമ്മൾ എന്ത് കാര്യം ജീവിതത്തിൽ പഠിച്ചോ അത് വെറുതെ അല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പിന്നീട് നേടാനാകുന്നുള്ളതാണ്. ഞാനത് കറക്റ്റ് ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ HSA മാറി ഭാവിയിൽ ഇങ്ങനെ ഒരു കാദർ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. അതും എല്ലാവർക്കും ഒരു ഡൗട്ടാ. സപ്പോസ് അത് മാറി പുതിയൊരു സാധനം വന്നാലും ഈ പഠിക്കുന്ന സാധനം തന്നെയല്ലേ അവിടെ എക്സാം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. സബ്ജക്ട് പഠിക്കുന്നതും സൈക്കോളജി പഠിക്കുന്നതും ജനറൽ ആയിട്ടുള്ള GK പഠിക്കുന്നതും അടുത്ത എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പൊ പഠനം ഒരിക്കലും നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുക ചെയ്തത് സറൗണ്ടിങ്ങിലെ നെഗറ്റീവ്സ്. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ഇപ്പൊ 5 വർഷം റിട്ടയർ ആവാൻ നിൽക്കുന്നവർ പോലും വീണ്ടും SCRT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 1ാം റാങ്കിന് വേണ്ടിയിട്ട് അഞ്ജലിയൊക്കെ ഇരുന്ന് പഠിച്ചതുപോലെ ആദ്യ റാങ്കിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ചോദ്യം വരുന്നത് തന്നെ അറിയോ, എല്ലാവർക്കും ആദ്യ റാങ്ക് കിട്ടുമെന്നൊരു ചോദ്യമുണ്ട്. അതൊരു നെഗറ്റീവ് അല്ലേ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ പറയട്ടെ, എല്ലാവരുടെ ഈ ബോധം നമ്മൾ പഠിപ്പിക്കുന്നവരാണല്ലോ, എല്ലാവരുടെയും ബുദ്ധിമണ്ഡലം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമ്മളിപ്പോ ചിലപ്പോൾ സാറിന് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് 1 മണിക്കൂർ പരിശ്രമിച്ചാൽ മതിയാകും. എനിക്ക് ചിലപ്പോൾ അതിനുവേണ്ടി 5 മണിക്കൂർ പരിശ്രമിക്കേണ്ടി വരും. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ചിലപ്പോൾ വേറൊരു വിഷയത്തിലായിരിക്കും എനിക്ക് ബുദ്ധിയുള്ളത്. പക്ഷെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്നത് പോലെ മാക്സിമം എഫേർട്ട് എടുക്കുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 1ാമത്തെ റാങ്ക് തന്നെയായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് വിനു സാറിന് 1ാം റാങ്ക് കിട്ടുമ്പോൾ എനിക്ക് 2ാം റാങ്കെങ്കിലും കിട്ടും. തീർച്ചയായിട്ടും അഞ്ജലി 1-ന് വേണ്ടി പഠിച്ചുകൊണ്ടാണ് 3ാം റാങ്ക് കിട്ടിയത്. തീർച്ചയായിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആദ്യ റാങ്ക് നമ്മൾ പറയുമ്പോൾ ആദ്യ 10-ലെങ്കിലും അല്ലെ വരിക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ആദ്യ 10-ൽ വരുന്ന ഒരാൾക്കും ജോലി കിട്ടാതിരിക്കുന്ന ഒരു സാധനം വരുമോ? എന്തായാലും ഇല്ല. അപ്പൊ അത് തന്നെയാണ് നമ്മൾ എപ്പോഴും ആദ്യ 10-നുള്ളിൽ കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ 10-ന്റെ പുറത്തേക്ക് പോകും. അതാണ് അതുകൊണ്ടാണ് എല്ലാവരോടും നമ്മൾ 1ാം റാങ്കിലേക്ക് പരിശ്രമിക്കാൻ പറയുന്നത്. ഇപ്പൊ HSAയുടെ കേസിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? HSA പല സബ്ജക്റ്റും പല ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയാണ്. ആ ഒരു ഇമോഷൻസ് അല്ലെ, അതിൽ ഒരുപാട് ഫസ്റ്റ് റാങ്കുകൾ നമുക്കുണ്ടായിരുന്നു. അശ്വതി ഉണ്ടായിരുന്നു, സോഷ്യൽ സയൻസിന്റെ പല ജില്ലകളിലും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. 14 ഫസ്റ്റ് റാങ്ക് നമുക്ക് തീർച്ചയായിട്ടും പറ്റും. 14 ജില്ലകളിലുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അഞ്ജലി സ്വന്തം ജില്ല തന്നെയല്ലേ തിരഞ്ഞെടുത്തത്? അതെന്തായിരുന്നു? വേറെ ഇപ്പൊ മലപ്പുറം തൊട്ടപ്പുറത്തുണ്ട് ഏറ്റവും കൂടുതൽ നിയമനം പറഞ്ഞ ആളുകൾ പറയുന്ന ഒരു ജില്ലയാണ്. എല്ലാരും വെക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വെക്കുന്നുണ്ട്. തൃശ്ശൂർ തന്നെ വെച്ചേ നമ്മുടെ കൺസിഡറേഷൻ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ നാട്ടിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അയക്കാൻ അല്ലേ. ഇപ്പൊ കോട്ടയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ 14ാമത്തെ 13ാമത്തെ റാങ്കിൽ വന്ന ആള് ജോലി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് റിസ്ക് അയാൾ എടുത്ത. ശരിക്കും കോട്ടയം പോലുള്ള ജില്ലയിൽ ആള് കോട്ടയത്തേക്ക് വന്ന് എഴുതിയതാ. പത്തനംതിട്ട പഠിച്ചിട്ട് ഫസ്റ്റ് റാങ്ക് നേടിക്കാൻ ചിന്തിക്കുക രേവതി ചെയ്തില്ലേ? ഏറ്റവും കുറവ് വേക്കൻസി വരുന്ന ജില്ലയാണ് പത്തനംതിട്ട. അപ്പൊ അവിടെ ആദ്യ റാങ്കിന് വേണ്ടി തന്നെ പഠിച്ചുകൊണ്ട് ആൾക്ക് ജോലി കിട്ടിയേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് ഒരിക്കലും ആ ഒരു ഇതിലേക്ക് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പോസിറ്റീവായിട്ട് കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനപ്പുറം ഇനി അഞ്ജലി വന്നതുപോലെ മറ്റ് ആളുകൾ വരാനുണ്ട്, നമ്മളിലേക്ക് ചർച്ചയ്ക്ക് വരാനായിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഒരേ സമയം LP-UP റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ LP-UP മാത്രം ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ HSAയുടെ എത്രയോ വിഷയങ്ങളുണ്ട്. HSA സബ്ജക്റ്റുകളുടെ വിഷയങ്ങൾ, ഇപ്പോൾ ഫിസിക്കൽ സയൻസ് എൻ്റെ സബ്ജക്റ്റാണ്. ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നവരുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഫസ്റ്റ് റാങ്ക് അടിക്കും നമുക്ക് ഉറപ്പുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുക, 8 വർഷമായിട്ട് ആ കേസ് നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കേസുകൾ ഇതിന്റെ ബാക്കിലൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നെഗറ്റീവാണ്, ഒന്നും കിട്ടില്ല എന്ന് പറയേണ്ട ആൾക്കാരല്ല നമ്മൾ. തീർച്ചയായിട്ടും എത്തത്തില്ല.
അപ്പോൾ അത് രണ്ടും നമ്മൾ ചെയ്യണം. നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിനോട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് അപ്പുറത്തിരുന്ന് പഠിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ് ചർച്ചകളെ മാത്രം കേൾക്കുമ്പോൾ അപ്പുറത്ത് പോസിറ്റീവായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധരിക്കരുത്. അതാണ്. അപ്പോൾ പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ കേറ്ററ്റ് വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കേറ്റന്റെ ഇഷ്യൂ വന്ന സമയത്ത് ഇത് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് അനുകൂലമായിട്ട് വിധി വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതേ കാര്യം സ്റ്റാഫ് റൂമിൽ ചർച്ച ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ രണ്ടും ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്തോണം. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. സാറിന്റെ വീഡിയോന്റെ താഴെ വരെ ഒരുപാട് ചീത്തവിളികൾ ഭയങ്കരമായിട്ട്. കാരണം അത് രസം. അത് ഈ പറഞ്ഞ പോലെ കേറ്ററ്റിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് കോള് എൻട്രിയിൽ എപ്പോഴും എൻക്വയറി വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിങ്ങനെ ക്ലാരിറ്റി കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാം, ഒരു ലൈവ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറയും പെട്ടെന്ന് കയറി ചെയ്യാൻ പറ്റില്ല, വിധി എന്താണെന്നുള്ളത് ഞാനത് പഠിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ഇതിൻ്റെ ഫോളോ ചെയ്യുന്ന, പുള്ളി കേസുമായിട്ട് നടക്കുന്ന ആളാണ്. പുള്ളിനെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നെറ്റ് ഉണ്ടെങ്കിലും സെറ്റ് ഉണ്ടെങ്കിലും ഒന്നും പറ്റില്ല. കാരണം കേരള സർക്കാർ കൊടുക്കുന്ന ഒരു ഈക്വലൻസിക്ക് സുപ്രീം കോടതിയുടെ കൺസിഡറേഷൻ ഇല്ല. ഇത് മനസ്സിലായപ്പോൾ എനിക്കും ഭയങ്കര ഷോക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എത്രയോ പേരാ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിത് ആൾക്കാരോട് പറയാറുണ്ടെങ്കിലും ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തിലേക്ക് അത് പോകാൻ പോകുന്നതെന്ന് മനസ്സിലായി. വളരെ എനിക്ക് തോന്നുന്നു നമ്മളെ മാത്രമാണ് ആ സമയത്ത് വളരെ ഓപ്പണായിട്ട് ഇതിങ്ങനെയാണ്, ഇത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, ഇത് നിങ്ങൾ ഫാക്റ്റ് ഇതാണ്, റിയലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ പേടിച്ചിട്ടാണ് ഈ കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അതെനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം തോന്നിയത്, പാലക്കാട് ചെന്നപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ഞാൻ കാറ്റഗറി 3 മാത്രം വെച്ചിട്ടാണ് ഇരുന്നിരുന്നത്, അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് ആ വീഡിയോ കണ്ടപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര തവണ എഴുതി എനിക്ക് 110 മാർക്കും ഉണ്ട്, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം കിട്ടി. കാരണം ഈ അടിയുള്ള ചീത്തകൾ കേട്ടെങ്കിലും പോസിറ്റീവായിട്ട് എടുത്ത ഒരുപാട് പേരുണ്ടല്ലോ. ഈ നെഗറ്റീവ് പറയുന്ന അത് എപ്പോഴും അല്ലേ കമന്റിൽ നെഗറ്റീവ് പറയാനായിട്ട് വലിയ അബ്ദുൽ കലാമിനെ വരെ ചീത്ത പറയുന്നവരുള്ള നാട്ടിലാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര വർഷമായി തുടക്കത്തിലേ തൊട്ട് ഇത് കാണുന്നല്ലേ. പിന്നെ ഇത് കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ്, അപ്പോൾ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആവും, അതൊക്കെ ഉണ്ടാവും. അത് പക്ഷേ അതിലെ പോസിറ്റീവ്സ് എടുക്കാൻ പറ്റുന്നവരെല്ലാം എടുക്കുക, നിങ്ങൾക്ക് തിരുത്താവുന്ന കാര്യങ്ങളൊക്കെ തിരുത്തുക. ഞങ്ങളും അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പം അഞ്ജലിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എക്സാമിന്റെ പാറ്റേൺ മാറിയാലും പരീക്ഷയുടെ പേപ്പർ കണ്ടന്റ് മാറിയാലും ഏതൊക്കെ പുതിയ പുതിയ കമ്മിറ്റികൾ വന്നാലും എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ ആദ്യ റാങ്കുകളിൽ എത്തിച്ചേരാൻ സാധിക്കും, ഇതിന്റെയൊക്കെ കൃത്യമായ നിരീക്ഷണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചും കൃത്യമായ ധാരണയോടുകൂടിയും ഞങ്ങൾ ഓരോ അധ്യാപകരും മെന്റർമാരും ഒക്കെ നമ്മുടെ കുട്ടികളോടൊപ്പം എന്നും ഉണ്ടാകും. നമ്മൾ അപ്ഡേഷൻസ് തരുന്നത്. ഇപ്പൊ ഞാൻ ഇന്ന് തരുന്ന ഒരു സാധനമായിരിക്കും അടുത്ത സുപ്രീം കോടതി വിധിയിൽ. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളും അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ചോദിച്ചിട്ടു സുപ്രീം കോടതി സാറുമായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു വിധി വന്നപ്പോ സാറ് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ 3 മാസം കഴിഞ്ഞപ്പോ അതേ സാധനം തന്നെ ടൈപ്പല്ലേ. അത് തമാശയായിട്ടല്ല ചോദിച്ചത്, വളരെ സീരിയസ് ആയിട്ട് ഒരു കമന്റ് ചോദിച്ചത്. അതായത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്റൻസ് എന്തായിരുന്നു, ഇതിൽ നിങ്ങളെപ്പോലുള്ള കറുത്ത കൈകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അനുഭവിക്കും എന്ന്. ഞാൻ പറയണേ സുപ്രീം കോടതിയിലെ ജഡ്ജുമായിട്ട് നമുക്കെന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ല. അപ്പൊ അത് നമ്മളാ വിധിയെ പഠിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതിന്റെ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാനും ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ എന്തെല്ലാം മാറ്റം സംഭവിക്കുമെന്ന് 1 ഇയർ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നടപ്പിലായിട്ടില്ല. നടപ്പിലാകുന്നത് ചിലപ്പോൾ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏത് സർക്കാർ വരും എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് മാറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇൻ്റഗ്രേറ്റഡ് BEd വരാൻ പോവാണ്. DLEഡിൻ്റെ ഒക്കെ സ്ട്രക്ചർ മാറാം. DLED എന്ന് പറയുന്ന ഒരു കോഴ്സ് ചിലപ്പം ഇല്ലാണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. അപ്പം ഇങ്ങനെ മാറ്റങ്ങളുടെ ഇടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്തായിട്ട് വരും. നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന വാർത്തകളും ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളും ഉണ്ടാവും. പിന്നെ അഞ്ജലിയെ പോലെ വളരെ പോസിറ്റീവായിട്ട് റാങ്ക് ലിസ്റ്റിൽ ജോലിയിലേക്ക് വന്ന് ഇപ്പോൾ നല്ല ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ സംസാരിച്ച് കഴിയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാകും. നമുക്കും കുറേ കുട്ടികളുടെ നെഗറ്റീവ് കാണും, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതൊരു റിലീഫാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അഞ്ജലി ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളോടൊപ്പം ഇന്ന് വരാൻ തയ്യാറായതിന്. തീർച്ചയായിട്ടും അഞ്ജലി ആണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്സ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ലിസ്റ്റിലുള്ളവരും വെയിറ്റ് ചെയ്യുന്നവരൊക്കെ പോസിറ്റീവായിട്ട് വരട്ടെ, അഞ്ജലിയിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ്സ് എടുക്കാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഒരുപാട് മികച്ച വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് അഞ്ജലിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഓരോ കാലത്തുണ്ടാകുന്ന ഒരു അപ്ഡേഷൻ, ഇപ്പോൾ ടെക്നോളജിയൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണ്, അതിനൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് അഞ്ജലിക്ക് സാധിക്കട്ടെ. അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു അധ്യാപികയായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ പുതിയൊരു റൂൾ വരുക, പുതിയൊരു എക്സാം എഴുതിയെടുക്കണം എന്നൊരു റൂൾ വരുവാന്ന് വിചാരിച്ചു. കേറ്ററ്റ് എന്നുള്ളതിനൊക്കെ പകരം ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അഞ്ജലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരികയാണ് ഈ പുതിയ എക്സാം പാസ്സായാലേ അഞ്ജലിക്ക് ഇനി പ്രൊമോഷൻ ഉള്ളൂ, സർവീസ് തുടരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അഞ്ജലി പേടിക്കോ? ഇല്ല, പോസിറ്റീവായിട്ട് തന്നെ. അപ്പൊ അതാണ് നമുക്കും പറയാനുള്ളത്. എന്ത് വന്നാലും അത് ഇപ്പൊ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനകത്തും NEPക്കകത്തും പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ 5 വർഷത്തിലും
എക്സാംസ് ഉണ്ടാവും, നമുക്ക് എന്ത് ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വന്നാലും നിങ്ങൾ ടീച്ചേഴ്സാണ്, നമ്മൾ ടീച്ചേഴ്സാണ്, നമ്മൾ ഇനിയും പഠിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പം മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ആ മാറ്റത്തിനൊപ്പം നമുക്കും സഞ്ചരിക്കാം. കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അല്ലേ സാറേ? നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ പറയാനുള്ളത് അത് തന്നെയാണ്, പരസ്പരം പങ്കുവെച്ച് പഠിക്കുക. മറ്റുള്ളവരുടെ വൻ വിജയത്തിൽ ഒരിക്കലും അസൂയാലുക്കളാകാതെ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടും സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് തികഞ്ഞ ബോധ്യത്തോടുകൂടി പെരുമാറുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ വിജയം സുനിശ്ചിതമാണ്. മഹാന്മാരുടെ എല്ലാവരുടെയും ജീവചരിത്രങ്ങൾ അതുതന്നെയാണ് കൊട്ടിഘോഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ നല്ലൊരു സൂര്യൻ ഉദിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു സ്നേഹോപഹാരം അഞ്ജലിക്ക് കൈമാറേണ്ടതായിട്ടുണ്ട്.